മോഡേണിസം എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിലെ ഒരു ഒരു മൂവ്മെൻറ്റാണ്. അതിൽ മെയിനായിട്ട് ബേസിക് വരുന്നത് ടു ഐഡൻറ്റിഫൈ ന്യൂ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഇൻ സബ്ജക്റ്റ്, ഫോംസ്, കോൺസെപ്റ്റ്സ്, സ്റ്റൈൽസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് അതർ ആർട്സ്. അപ്പം എല്ലാ മേഖലയിലും ഒരു ആർട്ടിനെ സംബന്ധിച്ചിട്ട് എല്ലാ ഏരിയാസാണ് ശരിക്കും. സബ്ജക്റ്റ് മാറ്റർ മുതൽ ഫോം, ദ കോൺസെപ്റ്റ്, സ്റ്റൈൽ ഓഫ് എക്സ്പ്രസിങ്, എല്ലാ തരത്തിലും ഒരു ന്യൂ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ന്യൂ മെത്തേഡ്സ് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് മോഡേണിസം വരുന്നത്. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഇസ് അപ്ലൈഡ് ഇൻ ദ വർക്ക്സ് ഓഫ് ആർട്ട് വരുന്നത് ഡെലിബറേറ്റ് ആൻഡ് റാഡിക്കൽ ബ്രേക്ക് വിത്ത് ട്രഡീഷണൽ ബേസസ്. നമുക്കിപ്പോൾ ഓരോരോ ജേണ നോക്കുമ്പോഴും എടുത്താലും അതിനൊരു സ്ട്രക്ചർ ഓൾറെഡി ഡിസൈഡഡ് ട്രഡീഷണൽ മോഡ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈൽ, എക്സ്പ്രസീവ് മോഡ് ഉണ്ടാവും. ഇപ്പം നോവലാണെങ്കിൽ അതിന് ഇത്ര ലെങ്ത്ത്, അല്ലെങ്കിൽ ഇപ്പം ഡ്രാമയാണെങ്കിലും ക്ലാസിക് അല്ലെങ്കിൽ നിയോ ക്ലാസിക് അവരുടെ വ്യൂ പോയിൻറ്റിൽ ഒരു ടൈപ്പ് ഓഫ് ഒരു കുറേ ആസ്പെക്ട്സ് ഉണ്ടാവും. അതിന് ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ ഫീച്ചേഴ്സായിട്ട് അവർ ഓൾറെഡി ഡിസൈഡഡ് ആയിരിക്കും. സോണറ്റ് ആണെങ്കിൽ 14 ലൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ജാനറും അതിന് ഡിസൈഡഡ് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതും ഡെലിബറേറ്റ് മോഡലിൽ തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ടൈപ്പ് എന്നുവെച്ചാൽ ചിലപ്പം അതിൻ്റെ പേര് അല്ലെങ്കിൽ ജാൻറ അത് സസ്റ്റെയിൻഡ് ആയിരിക്കും, സ്റ്റിൽ അതിൻ്റെ ഒരു ഫോം തന്നെ മാറ്റിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അപ്രോച്ച് തന്നെ മാറ്റിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ എക്സ്പ്രസീവ് സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആക്കിക്കൊണ്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഇവരെ എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. വിത്ത് ഫ്രെഡറിക് നീഷെ, കാൾ മാർക്സ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരെല്ലാമാണ് ഇതിൻ്റെ ഒരു മെയിൻ എക്സ്പൊണൻസ് അല്ലെങ്കിൽ പ്രൊപ്പണൻസ് എന്ന് പറയാൻ പറ്റുന്നില്ല. അത് ബിഗിന്നിങ് ദറ്റ് വാസ് വിത്ത് ദീസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ എക്സ്പെരിമെൻ്റ് റൈറ്റിംഗ് സ്റ്റൈൽസ്. അപ്പോൾ അതിൽ യുലിസസ്, ജെയിംസ് ജോയ്സിൻ്റെ യുലിസസ്, അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് ബൈ ടി.എസ്. എലിയറ്റ്, ഇതെല്ലാം വരുന്നത് ഈ മോഡേണിസത്തിലാണ്. ഇപ്പം വേസ്റ്റ് ലാൻഡ് ആസ് എ പോയം ഇഫ് യു ടേക്ക്, അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് എക്സ്പ്ലനേഷൻ, എക്സ്പ്ലോറേഷൻ അതില്ല. എന്നുവെച്ചാൽ വൺസ് ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്സ് വൺ തിങ്, നെക്സ്റ്റ് ടൈം ഇറ്റ് ടേൺസ് ടു അനദർ. സബ്ജക്റ്റ് മാറ്റേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ. അപ്പം അങ്ങനെ ഒന്നും ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്സിലെല്ലാം പെടുന്ന ചില നോവൽസ്, മിസ്സസ് ഡാലോവേ ആയാലും, അപ്പം അതിലെല്ലാം ആയാലും ഇപ്പം നറേറ്ററിന് അതൊരു ക്രൊണോളജി ഓഫ് നറേഷൻ, നത്തിങ് ഈസ് ദർ, അതെല്ലാം ഓവർറൂൾ ചെയ്തുകൊണ്ടാണ് റൈറ്റിംഗ് പോകുന്നത്. അപ്പം റിയലിസ്റ്റിക് ഫിക്ഷനൊന്നും അല്ലെങ്കിൽ റിയലിസം പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്രയും ബ്രേക്കാണ്. ഇറ്റ്സ് എ റാഡിക്കൽ ടെക്നിക്കൽ ബ്രേക്ക് ആൻഡ് ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ഡൺ. അപ്പം ഇതും ഈ അബ്സേർഡ് ലിറ്ററേച്ചറിനെല്ലാം അതേ ടൈമിൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പം ദിസ് എ കാറ്റസ്ട്രോഫി ഓഫ് ദ വേൾഡ് വാർ ദാറ്റ് ഹാസ് ഷാറ്റേർഡ് ദി ഫെയ്ത്ത് ഇൻ മോറൽ ബേസിസ്, കൊഹറൻസ്, ഡ്യൂറബിലിറ്റി ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. ഇപ്പോൾ വെസ്റ്റേൺ സിവിലൈസേഷൻ ഒരിക്കലും നത്തിങ് വിൽ ഹാപ്പൺ ടു ദറ്റ്, ഇറ്റ് ക്യാൻ നെവർ ബി ഇൻ എ വേ ബ്രോക്കൺ എന്ന് വിചാരിച്ചെടുത്താണ് ദ വേൾഡ് വാർ ദറ്റ് ആഫ്റ്റർ മാത്ത് ദറ്റ് എഫക്റ്റഡ് ദാറ്റ് ഓൾസോ. അങ്ങനെയാണ് it began to have doubts about traditional literary modes to represent harsh realities. അപ്പോൾ no longer life is so beautiful and life has become it has begun to show the harsh realities of it. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി പ്ലെയിനിൽ നോക്കുമ്പോൾ ഈ പറയുന്ന വളരെ കൊഹറൻ്റ് ആയിട്ടുള്ള ഹാർമോണിയസ് വേസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇസ് ഇൻ എ വേ ഇൻസഫിഷ്യൻറ്റ് ഫോർ റെപ്രസെൻറ്റിങ് ദി realities, now the present realities. കാരണം ആഫ്റ്റർ വേൾഡ് ആസ് എ ഹോൾ ഷാറ്റേർഡ്, വെസ്റ്റേൺ സിവിലൈസേഷനും ഷാറ്റേർഡാണ്, അതും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇതുവരെയുമുള്ള റൈറ്റിംഗ് സ്റ്റൈൽസ് ദാറ്റ് ഹാസ് ബീൻ ഫോളോയിങ് എ പാറ്റേൺ, വെരി കൊഹറൻറ്റ് യൂണിറ്റി ഇൻ നറേഷൻ, ക്രോണോളജി, ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ടുള്ള റൈറ്റിംഗ് സ്റ്റൈൽ ദാറ്റ് ഇസ് നോ ലോങ്ങർ ആപ്റ്റ് ഫോർ റെപ്രസെൻറ്റിങ് ദിസ് റിയാലിറ്റി. ഇപ്പോഴത്തെ ആ വേൾഡ് വാറിൽ ഷാറ്റേർഡ് ആയിട്ടുള്ള വേൾഡ് ആസ് എ ഹോൾ, അല്ലെങ്കിൽ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ടു റെപ്രസെൻറ്റ് ദാറ്റ് വി നീഡ് സംതിങ് എൽസ്. അതിൻ്റെ തന്നെ രീതിയിൽ ഷാറ്റേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റൈറ്റിങ്സ് വേണം. അങ്ങനെയാണ് മോഡേണിസം ശരിക്കും വരുന്നത്. അതിൽ സിന്തറ്റിക് ഫ്ലോ ഓഫ് ലാംഗ്വേജ്, അതൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫ്രാഗ്മെൻറ്റഡ് അട്ടറൻസിലേക്ക് പോവുകയാണ്. ആൻഡ് ഡെലിബറേറ്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് പാർട്സ്,
അപ്പം വൺസ് ഇപ്പം ഒരു നോവൽ തന്നെ ഇപ്പം ഈ മോഡേണിസം ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഒരു നോവൽ വരികയാണെങ്കിൽ ക്യാരക്ടർ പെട്ടെന്നൊരു കാര്യം പറയുന്നുണ്ടാവും, നെക്സ്റ്റ് ടൈം ഇറ്റ് ടേൺസ് ടു അനദർ തിങ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും ക്രൊണോളജിയോ അല്ലെങ്കിൽ ടൈം സീക്വൻസോ ഒന്നും ഫോളോ ചെയ്യാത്ത രീതിയിലാണ് ഇത് വരുന്നത്. സോ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ റീഡർ ടു ഇൻവെൻറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിലിപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നു, അതങ്ങനെ ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ് റിട്ടൺ, ദാറ്റ് ഈസ് ഓൾ. അല്ലാതെ അതൊരിക്കലും റൈറ്ററിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസിയോ ഒന്നുമല്ല, ഇറ്റ്സ് ഡെലിബറേറ്റ്ലി ഡൺ. അത് വളരെ ഇൻറ്റൻഷനലി ആണ് ഈ രീതിയിലുള്ള ക്രോണോളജി ഡിസ്മാൻറ്റ്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൽ ബ്രേക്കിംഗ് അപ്പ് വിത്ത് ദ നറേറ്റീവ് കണ്ടിന്യൂറ്റി, വയലേറ്റിംഗ് ട്രഡീഷണൽ സിൻടാക്സ്, അതും ഒരിക്കലും സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിങ് ഓഫ് ദി സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡെലിബറേറ്റ്ലി അത് വയലേറ്റ് ചെയ്യും. ആൻഡ് കൊഹിറൻസ് വിത്ത് സ്ട്രീം ഓഫ് കോൺഷ്യസ്, ആ കൊഹിറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രോണോളജി ഒക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഇപ്പം ഒരു ക്യാരക്ടർ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സംതിങ് ഈസ് ടോൾഡ് അബൌട്ട് വൺ ക്യാരക്ടർ, ഇമ്മീഡിയറ്റ്ലി ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു റെഫറൻസോ ഇല്ലാതെ പെട്ടെന്ന് അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത വേറെ എന്തെങ്കിലും ഇവൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നു. സോ ഇൻ എ വേ റീഡിങ്ങിൽ പോലും ആ ഒരു ഡിസ്യൂണിറ്റി വി ഫീൽ, ആൻഡ് ഇറ്റ് ഇസ് ഡെലിബറേറ്റ്ലി ഡൺ. പിന്നെ ട്രഡീഷണൽ സിൻടാക്സ് ഒക്കെയും ഡിസ്മാൻഡിൽ ചെയ്യുന്നതും ദ മെയിൻ പേർപ്പസ് ഈസ് ടു ഷോ ദാറ്റ് നോ ലോങ്ങർ ദിസ് ഈസ് എ യൂണിഫൈഡ് ഓർ കൊഹറൻറ്റ് വേൾഡ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഹാർഷ് റിയാലിറ്റീസ്. സോ ഇൻ ആർട്ട് ഓൾസോ it should be represented in that way. സോ അതിൽ വരുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. മോഡേണിസം അവരവരുടെ റൈറ്റിങ്സിൽ അല്ലെങ്കിൽ വർക്ക്സിൽ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത ആൾക്കാരാണ്. മാർസൽ പ്രോസ്റ്റ്, തോമസ് മാൻ, ഫ്രാൻസ് കാഫ്ക, ഡൊറോത്തി റിച്ചാർഡ്സൺ, യുജീൻ ഒനിൽ, എംപറർ ജോൺസ് എന്നൊക്കെ പറയുന്ന പ്ലേ. അതിലൊന്നും പറഞ്ഞാൽ ഒരു തരത്തിലും ട്രഡീഷണൽ മോഡ് ഓഫ് ഒരു റെപ്രസെൻറ്റേഷൻ അല്ല അതിൽ വരുന്നത്. ക്യാരക്ടേഴ്സ് ആയാലും അതിൽ വരുന്ന പ്ലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തീമായാലും എവ്രിവെയർ വി ക്യാൻ സീ ദിസ് ലാക്ക് ഓഫ് കൊഹറൻസ്, യൂണിറ്റി, എവറിത്തിങ്. സോ ഇതിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് ടെക്നിക്സ് ഓഫ് റൈറ്റിങ്സ് വരുന്നുണ്ട്. സർറിയലിസം, എക്സ്പ്രഷനിസം, ക്യൂബിസം. So it is the violation of standard convention of melody, harmony, rhythm. In poetry, if you have to talk, this is about standard conventions ഒക്കെ മാറി melody, harmony, rhythm, rhyming ഇതിനൊക്കെയുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ പോയി whatever way, just as the words ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, that becomes poetry afterwards. അങ്ങനെയാണ് മോഡേണിസത്തിൽ ഒരു വേ ഓഫ് റൈറ്റിംഗ് സ്റ്റൈൽ വരുന്നത്. ഇപ്പോൾ അവൻഗാർഡ് ഓർ അഡ്വാൻസ്ഡ് ഗാർഡ്, ഇറ്റ്സ് മേക്കിംഗ് ഇറ്റ് സംതിങ് ന്യൂ ആൻഡ് alienate themselves from the established order. അപ്പോൾ എല്ലാവരും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഡർ ഉണ്ട്, ഇറ്റ്സ് ഓൾറെഡി ദർ, ബട്ട് asserting the autonomy, telling that this is the style, this also can be experimented in art, this also can become a writing style. No longer the coherent or in a way unified and chronological narration is must, this also is possible. അങ്ങനെയാണ് മോഡേണിസം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് വർക്കിൽ ഇൻ റൈറ്റിംഗ് സ്റ്റൈൽ ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനെ അതൊരു തിയറി ആയിട്ടും വരികയാണ്.